പഴയ സാരി തുണികളോ ബെഡ്ഷീറ്റോ ഇവ ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ കളയരുത്. നമുക്കിത് പ്രയോജനപ്പെടും. അത് ഇതുപോലുള്ള സെറ്റുകളൊക്കെ നമുക്ക് ശരിയാക്കാൻ പറ്റും. ഇതിനൊക്കെ ഞങ്ങൾ പുതിയ വാങ്ങിച്ചതാണ്. ഇതൊക്കെ നമുക്ക് കവർ ചെയ്ത് അടിപൊളിയാക്കാം. ഇതുപോലെ ഇട്ട് വെച്ച് കവർ ചെയ്താൽ മതി. നമുക്ക് 10-20 രൂപയുടെ മുള്ളാണിയും വേണം, ചുറ്റികയും വേണം, കത്രികയും വേണം. ഇതിൻ്റെ ഡിസൈൻ അനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഇതൊന്നും കളയരുത്. വീഡിയോ മുന്നോട്ട് കണ്ടു നോക്ക്. നമുക്ക് ഒരാൾ തന്നെ മതി. ഇവിടെ ആരും സഹായം വേണമെന്നില്ല. ഒരാൾ തന്നെ ചെയ്താൽ മതി. എല്ലാം 10 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ നടക്കും. 10 മിനിറ്റ് കൊണ്ട് കാര്യം നടക്കും. ഇനി നമുക്ക് ഇതിൻ്റെ മണ്ടയിൽ ഒരു കവറിലൊക്കെ വാങ്ങിച്ചിട്ടാൽ മതി, ശരിയാവും. നമുക്ക് തുണികൾ കളയരുത്, ബെഡ്ഷീറ്റൊന്നും കളയരുത്. ഇതുപോലുള്ള ആവശ്യങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടും. ഇതുപോലുള്ള സാരികൾ കളയാതെ നമുക്ക് ഈ സെറ്റുകൾക്കൊക്കെ നമുക്ക് അടിക്കാൻ കവറായിട്ട് ഉപയോഗിക്കാനോ എല്ലാത്തിനും ഉപയോഗപ്രദപ്പെടും. കണ്ടിപ്പോൾ ഞാൻ പഴയ ഒരു ബെഡ്ഷീറ്റൊക്കെ റെഡിയാക്കി വെച്ചിരിക്കും. അപ്പം ഇതൊക്കെ നമ്മൾ കളയരുത്. പിന്നെ ഞങ്ങളൊരു പുതിയ സെറ്റ് വാങ്ങിച്ചതാണ്. അത് അതിന് കവറിലായിരുന്നു. ഉണ്ടോ, പുതിയ സെറ്റ് വാങ്ങി അതിന് കവറിലായിരുന്നു. കവറിലാവുന്നപ്പോൾ ഞങ്ങൾ ഈ സാരി ഉണ്ടായിരുന്നു, ഒരെണ്ണം എടുത്തു. അല്ലെങ്കിൽ ബെഡ്ഷീറ്റായാലും മതി. നല്ല കളറുള്ള ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉപകാരപ്രദമാകും. അത് അതുപോലെ നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ അളവിലെടുത്തിട്ട് നമ്മൾ നിങ്ങളൊരു അളവിലെടുക്കുക. അങ്ങനെ ഏറ്റവും വരെയുള്ള ബാക്ക് സൈഡ് അളവിലെടുക്കുക. അളവിലെടുത്തിട്ട് നമ്മളത് അടിക്കുക. സൈഡെല്ലാം കട്ട് ചെയ്ത് അടിക്കുക. അടിയിൽ കുടയാണി കിട്ടും കടയിലാണ്. 10-20 രൂപയുടെ കുടയാണിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. അതിൻ്റെ അടി ചേർത്തിട്ട് 4 സൈഡും കുടയാണി അടിച്ചു കൊടുക്കുക, സെറ്റാക്കും. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സാരി തുണി നമുക്കൊരു കവറായിട്ട് നമുക്ക് ടൈറ്റിട്ട് കയറ്റിയിടാം. ഇപ്പം നമ്മൾ ഇത് ഉപകാരപ്രദമില്ലാതെ നമ്മൾ കളയുന്ന സാധനമാണ് ഈ സാരികളൊക്കെ. അപ്പോൾ നമ്മൾ കളയണ്ട. അതുപോലെ നല്ല ബെഡ്ഷീറ്റൊക്കെ ഉണ്ട്. അത് ആ ബെഡ്ഷീറ്റൊക്കെ നമുക്ക് കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയാൽ 150 രൂപ വില കൂടുതലാകത്തില്ല ബെഡ്ഷീറ്റ്. ആ ബെഡ്ഷീറ്റ് വാങ്ങിയിട്ട് ഇതുപോലെ കവർ വാങ്ങിച്ച് അടിച്ചാലും മതി. നമുക്ക് വലിയ ചിലവൊന്നുമില്ല. അതുപോലെ സാരി തുണി നമുക്ക് വീടുകളിൽ സാരി തുണി ഇഷ്ടംപോലുള്ള സമയമാണ്. അപ്പോൾ ഈ സാരി വാങ്ങിച്ചിട്ട് നമ്മളത് ആദ്യം ഇതുപോലെ നമ്മൾ കവറാക്കി അടിക്കുക. അളവെടുത്ത് 4 മുള്ളാണി 4 സൈഡിൽ കൊടുക്കുക. അടിയിൽ അതിനനുസരിച്ച് കട്ട് ചെയ്ത് അടിക്കുക. അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ 4 മുള്ളാണിയുടെ ആവശ്യമേ വരുന്നുള്ളൂ. 4 അങ്ങേറ്റം പോയ ഒരു 6 മുള്ളാണി ആവശ്യമേ വരുന്നുള്ളൂ. അടിക്കുക. അടിച്ചിട്ട് പിന്നെ പശ ഉണ്ടെങ്കിൽ ഫെവിക്കോളുണ്ടെങ്കിൽ അത് ഒട്ടിച്ചാലും നിൽക്കും. അടി അത് ഭംഗിയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ കവറിൻ്റെ ആവശ്യമാണ് വരുന്നത്. കവറിൻ്റെ ആവശ്യം വരുമ്പോൾ നമുക്കത് ഇതുപോലുള്ള ഒരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള സാരി ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ച് നല്ല ക്ലീൻ ചെയ്തിട്ട് ഒരു കവർ വാങ്ങിയിട്ട് അയച്ചിട്ട് കയറ്റിയാണ് ഇട്ടാൽ മതി. അല്ലാതെ സാധനം കളയുന്നതിനൊക്കെ നല്ലതാണ്, ഉപകാരപ്രദമായ കാര്യമാണിത്. കളയരുത്. അതുകൊണ്ട് ഞാനിപ്പം അടിച്ചതൊക്കെ അടുക്കാണുന്നതൊക്കെ സെറ്റ് കണ്ടോ. ഈ സെറ്റ് പോയതാണ്. എല്ലാം അടിച്ചെല്ലാം വൃത്തിയാക്കിയതാണ്. എല്ലാം കളയാൻ ഉപയോഗിച്ചിരുന്നതാണ്. നമ്മൾ ചെയ്യുന്ന എളുപ്പവും നടക്കുന്ന കാര്യമാണ്. മൊത്തം അടിച്ചിട്ട് ഇടാം. മൊത്തം ഫുൾ വീഡിയോ ഇടാം. 4 ചെറിയ ആണിയാണ് ഞാൻ കുടയാണി അടിച്ചേക്കുന്നു. ഇത്രയുടെ കട്ട് ചെയ്ത് സാരി തുണി ഇത്രയുടെ കട്ട് ചെയ്തിരിക്കുക. 4 സൈഡും ലെവലിന് അടിച്ചിരിക്കുക. 4 സൈഡും കണ്ടില്ലേ. ഞാൻ അങ്ങേ സൈഡ് ഫ്രണ്ട് സൈഡിൽ പിടിക്കാൻ പോവാം. 2 സൈഡും അങ്ങനെ സെറ്റ് ശരിയായി. കവറൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി. നമ്മുടെ സാരികളൊന്നും കളയണ്ട. ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കും. നല്ല അടിപൊളിയായിട്ടുണ്ടാവും. ഉണ്ടോ, അധികം വലിയ പൈസയും ചിലവൊന്നുമില്ല. ഞങ്ങൾ പുതിയ സെറ്റ് വാങ്ങിച്ചപ്പോൾ കവറില്ലാതാണ് കിട്ടിയത്. ഇത് നമ്മുടെ നമ്മൾ അടിച്ചു. നിസ്സാരം, ഒരു പൈസയും ചിലവായില്ല. 10 ആണി ചിലവേ ഉള്ളൂ. ചെറിയ കൊടയാണി എന്ന് പറഞ്ഞാൽ മതി. കടയിൽ 10 രൂപ നമ്മൾ തന്നെ അടിച്ചാൽ മതി. നല്ല അടിപൊളി ആണിത്. ഈ മണ്ടയിൽ നമുക്ക് തന്നെ ഒരു കവറുണ്ടാക്കി കയറ്റിയിട്ടാൽ മതി. അതും സാരി എടുത്തിട്ട്
മൊത്തത്തിൽ ഇങ്ങനെ ഇട്ട് ഒരു കവറ് തയ്ച്ച് കവറാക്കിയാൽ മതി, കയറ്റിയിട്ടാൽ മതി. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഈ അതുപോലെ ഒരുമാതിരി കൊള്ളാൻ ബെഡ്ഷീറ്റൊന്നും കളയേണ്ട യാതൊരു ആവശ്യമില്ല. എല്ലാം ഇതുപോലെ നമുക്ക് അടിച്ചാൽ അടിപൊളിയാക്കാം. ഞാൻ അടുത്തത് സെറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതാണ് അടുത്ത സെറ്റ് ഞങ്ങൾ ശരിയാക്കാൻ പോകുന്നത്. ഇതും ഇതുപോലെ നമുക്ക് കിട്ടിയതാണ്. ഒന്ന് വാങ്ങിച്ചിട്ടിപ്പം 2 മാസമേ ആയുള്ളൂ. കണ്ടോ, ഇതുപോലെ കവറില്ലാതെ കിട്ടിയത്. ഇതേപോലെ കവറിട്ട് ശരിയാക്കാൻ പോകണം. ഇതുപോലെ നമുക്ക് വലിയ ചിലവൊന്നുമില്ല. നല്ല ബെഡ്ഷീറ്റും ഉണ്ടെങ്കിൽ, അതേ സാരി തുണിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കളയാതെ തന്നെ അടിച്ച് കവർ ചെയ്ത് തന്നെ ചെയ്യാം. പുറകിൽ ഇത് കുറേ നാൾ വരുമ്പോൾ ഇതങ്ങ് പോകും. മണ്ടയിൽ വെച്ചൊരു എല്ലാം ഡിസൈൻ ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഉറപ്പിച്ച് എല്ലാം റെഡിയാക്കി കുട്ടപ്പനാവും. ഉണ്ടോ, അങ്ങനെ നമുക്ക് ചെയ്യാം. പഴയ സാധനങ്ങളൊന്നും കളയേണ്ട കാര്യമില്ല, തുണികളൊന്നും കളയേണ്ട കാര്യമില്ല. ഇതുപോലെ പല ആവശ്യങ്ങളും വരും. അതുപോലെ ഇതൊക്കെ കൊണ്ടുപോയി നമ്മൾ പുറത്ത് കൊണ്ട് ശരിയാക്കുകയാണെങ്കിൽ രൂപ എത്ര കൊടുക്കണം? 10,000, 10,000, 20,000 ഒക്കെ ആവും. ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ സോഫ സെറ്റിയുടെ ഒരു വീഡിയോ കാണിച്ചായിരുന്നു. അത് ഇതുപോലെ നമ്മൾ ഇളക്കിയപ്പോൾ അതിൻ്റെ അകത്ത് സ്പ്രിങ്, അടിയിലെ സ്പ്രിങ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയിരിക്കുന്നു. നേരെ വെച്ച് കിട്ടി. അത് നല്ല സാരി തുണിയൊക്കെ വാങ്ങിച്ച് ഒരു ബെഡ്ഷീറ്റൊക്കെ വാങ്ങിച്ച് നല്ല ആക്കി. ഇതൊന്നും നമ്മൾ കളയണ്ട. എനിക്ക് മണ്ടേക്കൂടെ കവർ വാങ്ങിച്ച് എല്ലാം റെഡിയാക്കിയാൽ മതി. നേരത്തെ ഞാൻ ശരിയാക്കാൻ പോവാണ്. അപ്പോൾ അത് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. പുറത്ത് ചുമ്മാ എടുത്ത് കളയുകയോ ചെയ്യേണ്ട കാര്യമില്ല. ചുമ്മാ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാലൊക്കെ ഒരുപാട് പിന്നീട് നമുക്ക് വാങ്ങിക്കണം 35,000, 40,000 രൂപയൊക്കെ ചിലവാകും. ഇതുപോലെ ഇതും ഞാൻ ശരിയാക്കിയതാണ്. കണ്ടോ, ഇങ്ങനെ ഒരു ബെഡ്ഷീറ്റാണ് ഇത്. എല്ലാ ആഴ്ചയും ഇത് റെഡിയാക്കി. ഇതിനൊരു 10-15 കുടയാണിയുടെ ആവശ്യമേ വന്നുള്ളൂ. ഒരു ചിലവും ഇല്ല. അഴിച്ച് കവർ ചെയ്താണ്. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ മുന്നോട്ട് പോട്ടെ. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതുപോലെ പഴയ സാരി തുണികളൊന്നും കളയണ്ട.